വീണ ജോർജിന് അരികിൽ തന്നെ നിന്നുകൊണ്ട് വാസ്തവവിരുദ്ധമായ കാര്യമാണ് മന്ത്രി പറയുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദയും പ്രതികരിച്ചു. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. ഒരു അവ്യക്തത വേണ്ട, അത് അന്നത്തെ ഓർഡർ ആണിത്. ശരി ശരി, അതൊരു കുഴപ്പമില്ല. സംഗതി ആകെ പെശകാണല്ലോ ശ്രീരേട്ടാ. നിങ്ങളോടും പോത്തിനോടും വേറെ ഓതിയിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. മാഡത്തിന്റെ അവിടെ വന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞില്ല എന്നാണ്. ഇത് ഓർഡർ ആണ്. ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ചില്ലും കൂട്ടിലാക്കി മുമ്പിൽ ഒരു നേർച്ചപ്പെട്ടിയും വെച്ചാ ബാക്കിയുള്ളവന് ചെലവിന് കാശും കിട്ടും. എന്റെ പൊന്നു വീണ ചേച്ചി, ഇപ്പൊ എവിടെ ചെന്നാലും ഇതാണല്ലോ അവസ്ഥ. കൊറേ കാലായിട്ട് ഇവിടെയുള്ള എല്ലാവർക്കും അബദ്ധങ്ങളാണല്ലോ പറ്റുന്നത്. എന്താ നാണവും മാനവും ഉളുപ്പും എല്ലാം മാറ്റി വെച്ചിട്ടാ മന്ത്രിക്കുപ്പായ എടുത്ത് ഇടുന്നതെന്നറിയാം. എന്നാലും ഒരു പരിധിയില്ലേ. കൂടി ഒപ്പിച്ച കുലുമാലിന്ന് എങ്ങനെയാ തടി ഊരാൻ പറ്റാന്ന് ഞാനൊന്ന് ചിന്തിക്കട്ടെ. ഇത് നമുക്ക് കാര്യം, ഇതൊരു ഗവൺമെന്റ് ഓർഡർ ആണല്ലോ. അപ്പൊ ഞാൻ അല്ല, നമുക്കതിലൊരു അങ്ങനെ ഒരു പൊതുവായ വികാരമല്ലേ. പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ലൈവായിട്ട് വെളുപ്പിക്കുന്നത് സൂക്ഷിച്ച് വേണം. ഇതൊരു മുന്നറിയിപ്പായിട്ട് കരുതിക്കോണം. പൂവ് മാത്രമല്ല, നല്ല ചീമൊട്ടയാറോ അല്ലെങ്കിൽ ചെരുപ്പുമാലയൊക്കെ കിട്ടിയെന്ന് വരും. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. ഇനി ചെയ്യാനുള്ളത് സ്ക്രീനിലൂടെ മാത്രം വെളുപ്പീര് നടത്തുക. അതായത് സ്ക്രീനിലൂടെ മാത്രമേ മനുഷ്യർ നമ്മളെ കാണാവൂ. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. വൈസ് ചെയർമാൻ VP ഫിറോസും CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും HMC അംഗവുമായ VM ഷൗക്കത്തും വേദിയിൽ കൊമ്പുകോർത്തു. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് മനസ്സിലാവുന്നില്ല. സ്റ്റേജിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ മന്ത്രിക്കെതിരെ പ്രതിഷേധ മുദ്രാവാക്യവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ബാബു, നമ്മുടെ 3-4 ആളുകളെ ഏർപ്പാട് ചെയ്യണം. തട്ടിക്കളയല്ലാതെ വേറെ മാർഗമില്ല. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? മന്ത്രിക്ക് പിന്തുണയുമായി DYFI പ്രവർത്തകരും മുദ്രാവാക്യം വിളിച്ചു. 2016 തന്നെ മഞ്ചേരി ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറിയെന്ന സർക്കാർ ഉത്തരവുണ്ടെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. എന്നാ പിന്നെ ഞാൻ അങ്ങ് ഇറങ്ങുവാ. ആയിക്കോട്ടെ.